സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ബിൽഡിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്. നമ്മുടെ സ്റ്റോറേജ് ഹൗസ്. പിന്നെ ഇവിടെ ഇത് സൈൻ ബോർഡ് വെച്ചാൽ പിന്നെ ഇവിടെ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാ അത് മുകളിൽ കയറ്റി വെച്ച് ഇത് ആയിരിക്കും വെച്ച് ഞാൻ പിന്നെ പോളിച്ച് ഇത് പിന്നെ എല്ലാത്തിനും പേരൊക്കെ ഉണ്ട്. യൂട്ടിലിറ്റി, ഈ വാല്യുബിൾസ്, നാച്ചുറൽ, എൻചാൻറ്റിങ് ഐറ്റംസ്, ടൂൾസ് ആൻഡ് ആർമർ, മൈൻഡ് ബ്ലോക്സ്, നെതർ ബ്ലോക്സ്, ഫാർമിങ് എക്യുപ്മെൻറ്റ്സ്, വെപ്പൺസ്, വുഡ്, ഡെക്കറേറ്റീവ്സ്. അത്ര ഐറ്റംസേ ഉള്ളൂ. അതിൽ അത്രയൊക്കെ ഉണ്ട്. രണ്ട് ബിൽഡിംഗ് ആയി. ഇന്ന് നമുക്ക് കുറച്ച് എക്സ്പ്ലോറിങ് പോയാലോ? എന്ത് പറയുന്നു? നല്ല ഐഡിയ ആണോ അല്ലയോ? വന്നിരിക്കും. നമുക്കിന്ന് ഒരു വേൾഡ് ടൂർ ചെയ്താലോ? വേണ്ട, 3ാമത്തെ എപ്പിസോഡേ ആയിട്ടുള്ളൂ. ഒരു 10ാമത്തെ എപ്പിസോഡിലൊക്കെ മെയിൻ്റെനൻസ് എപ്പിസോഡ് ഇട്ടിട്ട് 11ാമത്തെ എപ്പിസോഡ് വേൾഡ് ടൂർ ചെയ്ത് കാണിച്ചില്ല. കുറച്ച് ഫുഡ് ഒപ്പിക്കാൻ നോക്കാമേ. ഇതെന്താ ഇത്രയും ചെറിയ പശുവൊക്കെ? ഒന്നും ഡ്രോപ്പ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ പശുക്കളൊക്കെ കുട്ടി ചെറിയൊരു പശുവൊക്കെ ഉള്ളൂ ഇവിടെ, ഭയങ്കര ചെറുത്. നമുക്ക് അടുത്ത ബിൽഡ് എന്തുണ്ടാക്കും? ആവശ്യമുള്ള 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രൗൺ ഡൈവിങ് ഔട്ട് സാപ്ലിംഗ് ഒന്നും തരുന്നില്ല. അപ്പോൾ അവൻ എന്തായാലും എന്നും അവനിടുന്ന പോലെ, അവൻ കൊണ്ടുവരുന്ന പോലെ അവനൊന്നും അറിയാമല്ലോ അവനെന്നും എന്താ കൊണ്ടുവരുന്നത്. അതന്നെ എന്നും കൊണ്ടുവന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ തമ്മിലുണ്ടാക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചുണ്ട്. ഇന്ന് എനിക്ക് ഫാമിങ് ചെയ്താലൊന്നുണ്ട്. ഫാമിങ്ങിന് സീഡ് ഒപ്പിക്കാൻ പാടില്ല. കണ്ടായത് സീഡൊന്നും കിട്ടുന്നില്ല. ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടുമല്ലോ. അതിലോട്ടും അക്കേഷ്യ വിൽക്കാൻ ഇവിടെ അക്കേഷ്യ ഉണ്ടല്ലോ, എനിക്കറിയാം. നല്ല അടുത്തൊക്കെ ഉണ്ട്, ഇതിന് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മറ്റേ വില്ലേജ് പറഞ്ഞെത്തിയില്ലേ, ഒരു പെട്ടി കിട്ടി അങ്ങനെ ഉണ്ടാവും. സ്ട്രിങ്ങിന് നമുക്ക് ഹാർഡ് മോഡ് അയക്കണം. പക്ഷെ അതിന് വയ്യ. ഫയറിനെ ഫൈറ്റ് ചെയ്യണം. അല്ലാതെ നമുക്ക് ചൂണ്ട ഉണ്ടാക്കണം. ചൂണ്ട ഫിഷർമാൻ്റെ എടുക്കാൻ പറ്റുമോ? ചൂണ്ട അടിക്കാൻ പറ്റത്തില്ല, മീൻ അടിക്കാൻ പറ്റില്ല. പറ്റും തോന്നുന്നു. മീൻ അടിക്കാൻ പറ്റുമെങ്കിൽ പൂച്ചനെ, കാരണം ഫിഷർമാൻ്റെ ജോലി അതല്ലേ. ഇതങ്ങനെയുണ്ടാ? ഗെയിം പൊളിച്ചല്ല. ഇത് വെച്ച് ഇതൊന്ന് പൊട്ടിച്ച ഒന്നും ആവില്ലേ. ബുഷ് സീഡ് ഡ്രോപ്പ് ചെയ്യാം. ബുഷ് സീഡ് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ചെറിയൊരു ഫാമിങ് ഏരിയ ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ. പക്ഷെ വെള്ളം അവിടെ നിന്ന് കിട്ടുന്നതാണ്. വെള്ളം കരേൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ പൂച്ചനെ നമുക്ക് കുട്ടി ഫാമിങ് ഏരിയ ഉണ്ടാക്കാം. അവിടെ ടോൾ ഗ്യാസിന് എന്തായാലും കിട്ടുമോ? സോ ഇത് കുറച്ചധികം സീഡ് കിട്ടിയിട്ടുണ്ട്. 8 കിട്ടി. ഇതൊക്കെ മതി. 8 മതി. അപ്പോൾ നമുക്കിന്ന് കുട്ടി ഫാമിങ് ഏരിയ ഉണ്ടാക്കാൻ. ഇത് വളർന്ന പശുവാണ്. അതുകൊണ്ട് പോത്തുപോലെ വളർന്ന പശുവും പോത്തന്നെ. ഓക്കെ, നിറയെ പശു മതി. പിന്നെ കോഴി സാറുണ്ട്, നമ്മുടെ ഫ്രണ്ടൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സിനെ കില്ല് ചെയ്യുന്നില്ല എന്തായാലും നമ്മുടെ ഫ്രണ്ട്സ്. സോ നമുക്ക് ഈ അറ്റത്തിൽ നിന്ന് ഇവിടെയുള്ള ലാൻഡ് മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഫാമിംഗ് ലാൻഡ്. സോ അത് ഓർമ്മ വെക്കുക. സോ നമുക്ക് എന്തായാലും കുറച്ചധികം ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു വലിയൊരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കണം. അത് അതിന് ആദ്യം അയണൊക്കെ
അയണൊക്കെ കിട്ടണം. അയണൊക്കെ ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഇവിടെയൊക്കെ. പിന്നെ അയൺ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് പാട് കയറണം. ഈ വേൾഡിൽ ഇതുവരെ എനിക്ക് അയൺ കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ അവിടെ ലാൻഡാണ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, ലാൻഡ് കിട്ട കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അതെ, ഞാൻ ലാൻഡ് ഇട്ടിട്ടുണ്ട് അവിടെ നമ്മുടെ മറ്റേ ബിൽഡിൽ, സ്റ്റോറേജ് ഏരിയ ബിൽഡിൽ. ജസ്റ്റ് കണ്ടോ, നമ്മൾ വലിയൊരു ഫാമിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിസ്പ്ലേയിൽ പോലും ഇത്രയും വലുത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പറഞ്ഞാൽ നിങ്ങളെ ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോകുന്നു. ഓക്കെ, ഇത് ലാസ്റ്റിലാണ്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങ് ടിൽറ്റ് ചെയ്തിടാം. കണ്ട, നമ്മൾ ഇത്രയും വലിയൊരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ഡയറക്റ്റായി പോവുക. ഇതെന്തായാലും ഇത് ചാടി പൊട്ടിക്കുക, ഇതാവശ്യമില്ല. യെസ്, ഇതെന്ത് കുന്താണിത്. ഇത് ഡെർട്ടിക്ക് ട്രാൻസ്ഫോം ആവുന്നു. ഇത് വേണ്ട, ഞാൻ ഇതൊന്ന് ഡെർട്ടിക്ക് ട്രാൻസ്ഫോം ആവണമെങ്കിൽ കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് താക്കൃതാളം കളിക്കാം. അത് താഴത്തേക്ക് മതി. അങ്ങനെ ആരില്ലേ അത്രയ്ക്ക് കൃഷി ചെയ്യാൻ പോകുന്നത്. ബക്കറ്റൊക്കെ കിട്ടട്ടെ, എന്നിട്ടാണ് നമ്മളെ കളി തുടങ്ങാൻ. അല്ല പിന്നെ നമ്മളെ കളിയിലാണ് കളിയാലോ. നല്ല കിടിലം കളി കളിക്കും നമ്മളത്തെ കളിയന്മാരുടെ ചങ്ക കാണിച്ചിടാമോ ചങ്ക. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഉള്ള മുകളിലത്തെ ലാൻഡിയുള്ള എല്ലാം കൊടുത്തെടുക്കണം. അതെ, മുകളിലത്തെ ലാൻഡി ഉണ്ടാക്കിയ കുറച്ച് ലുക്ക് ഉണ്ടായിരുന്നു. മൊത്തം ഫാർമ് ചെയ്യുന്നത് ഒരു കുട്ടി ഫാമിംഗ് ലാൻഡ് ആയിരുന്നു. കുട്ടി നല്ല വലുതുണ്ടാക്കാൻ നോക്കിയാണ്, നല്ല കുട്ടി സാധനം ഉണ്ടാക്കേണ്ടിയിരുന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ എന്തായാലും ഇങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ ആവാൻ വഴിയില്ല. ഇവിടെയൊക്കെ കണ്ട ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഫാം ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഫയർഫ്ലൈസ് കിട്ടി, നല്ല കാര്യം. നമുക്ക് കേരളത്തിലത്തെ തന്നെ ഏറ്റവും വലിയ ഫാമിംഗ് ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിറച്ചും ക്രോപ്പ് വെച്ചിട്ട് ഈറ്റി അത് കേരളത്തെ ഏറ്റവും വലിയ ഫാമിംഗ് ഏരിയ. ഹോയും പൊട്ടിയെന്ന് ഇന്ന് ഹോ ബൈക്കാത്ത ഞാൻ ഹോ ബൈക്ക് ഇച്ചിരി കൂടിപ്പോയി. കുറച്ച് മീനിനെ ഇങ്ങനെ പിടിക്കേണ്ടി വരുന്നു പെറ്റാക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടുത്തെ സ്ക്വിഡ്. ഇതെന്ത് ഇങ്ങനത്തെ ഒരു സ്ക്വിഡ്? മൈൻക്രാഫ്റ്റിൽ ഇങ്ങനത്തെ സ്ക്വിഡ് ഇല്ലല്ലോ. ആ കളറുള്ള സ്ക്വിഡ് റിയൽ ലൈഫിൽ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്ക്വിഡ് എങ്ങനെ ഇരിക്കുന്നതിന് സ്ക്വിഡിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഇവനെ കൊന്നു ബ്ലാക്ക് ഡേ ഇതിൻ്റെ അടുക്കത്തെ എൻജിൻ ഓയിൽ. ഈ എൻജിൻ ഓയിൽ സീനാണ് തോന്നുന്നത്. കാരണം ഒന്നും കാണില്ല എൻജിൻ ഓയിലിൻ്റെ അകത്ത് പോയാൽ. അതെ, അവൻ്റെ എൻജിൻ ഓയിൽ സീനാണ്. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എൻജിൻ ഓയിലിൻ്റെ. എന്തായാലും എൻജിൻ ഓയിലിന് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്കെന്നെ അറിയത്തില്ല. എനിക്കൊന്ന് വായി വരുന്ന അത് ഇതൊക്കെ പറയണതാണ്. ഓക്കെ, അപ്പം നമുക്ക് ചെറിയൊരു ഫാമിംഗ് ലാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ എന്തിൻ്റെ ഫാമിംഗ് ലാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ എടുത്തേക്കാം. ഇതൊന്നും എടുക്കട്ടെ. ഓക്കെ, 11 സീഡ് കിട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ട് ഓക്കെ. അപ്പോൾ ഇതിൽ കയറിയിട്ട് കുറച്ച് സ്റ്റിക്ക് എടുക്കട്ടെ. കുറച്ച് സ്റ്റിക്ക്, 2 സ്റ്റിക്ക്, 2 ഗോബിൾ സ്റ്റോണ് എന്ന് വെച്ചാൽ ഒരു ഹോൾ ഉണ്ടാക്കാമെന്ന് അർത്ഥമായി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഞങ്ങൾക്ക് ഇടില്ല, ഞങ്ങൾ ഉണ്ട്. അയ്യോ, ഇതൊക്കെ കയറ്റി വെച്ച് കാശുണ്ട്. ഓക്കെ, അപ്പോൾ രാത്രിയാവണ മുമ്പ് ഞങ്ങൾക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് കിടന്നുറങ്ങാം. ഹോൾ ഉണ്ടാക്കാൻ ഒരു സ്റ്റിക്കും കൂടിയാണല്ലോ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടില്ല. ഇനി ഒരു ഹോൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നാളെ രാവിലെ തുടങ്ങിയാൽ മതി. അയ്യോടാ, ഇതെന്താ ഇത്? ഇനി തെറ്റത്തില്ല. ഹോൾ ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങിയാൽ മതി.
പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇനി വേൾഡിൽ. ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കിയാലോ? അവിടെയൊക്കെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇനി അണ്ടർഗ്രൗണ്ട് ബേസ് ജീവിക്കാൻ പറ്റത്തില്ലേ? ഞാൻ ഇത് പൊട്ടത്തരല്ലേ പറയണേ. അങ്ങോട്ടേക്ക് പോകാൻ ഓൾറെഡി ഞാൻ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനി മുകളിൽ കൂടി കറങ്ങി തിരിഞ്ഞു പോകണം. എന്നുകൊണ്ട് ഇതിൽ കൂടി ഇങ്ങനെ കറങ്ങിപ്പോയി അവിടെ ഒരു റോക്ക് സ്ലാബ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബ്ലോക്ക് സ്പോൺ ചെയ്തിട്ടില്ല. അവിടെ ഞാൻ റോക്ക് സ്ലാബ് വെച്ചതിന് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെയും കൂടി മുകളിൽ പോയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ ഒരു കുറേ ട്രിപ്പ് അടിച്ചാലേ എൻ്റെ ഫാമിങ് ഐലൻഡിലത്തേക്ക് ഇവിടേക്ക് എത്താൻ പറ്റത്തുള്ളൂ. എത്ര ട്രിപ്പ് അടിച്ചില്ലേ ഇപ്പോൾ? അതെ, നമ്മൾ നിറയെ ട്രിപ്പ് അടിച്ചു ഇപ്പോൾ ഇവിടെ മേടിക്ക് വരെ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഫാമിങ് ഐലൻഡ് സെറ്റായി. ഫാമിങ് ഐലൻഡ് അല്ല, ഫാമിങ് ലാൻഡ് സെറ്റായി. നമുക്ക് ഒരു നിറയെ റോ ഉണ്ടാക്കിയിരുന്നു. സോ നമുക്ക് ഇനിയും നിറയെ റോഗ് ഉണ്ടാക്കിയാലേ നിറയെ നല്ല വലിയ യമണ്ടൻ സാധനമൊക്കെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിറയെ വീറ്റൊക്കെ ഫാം ചെയ്യാം. ഇതാണ് നമ്മുടെ ഫാമിങ് ലാൻഡ്. ഇതാണ് കേരളത്തിലത്തെ ഏറ്റവും ചെറിയ ഫാർമ്. ഏറ്റവും വലുത് സുധിയണ്ണൻ്റെ ആണോ അതോ ആരുടെയാണോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. സുധിയണ്ണ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയൊരെണ്ണം. അത് മൊത്തം വീറ്റാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ക്രോപ്സിൻ്റെയാണ്. എന്ന് വെച്ചാൽ കിട്ടുന്ന എല്ലാ ക്രോപ്സിൻ്റെയും അല്ലാണ്ട് മൈൻക്രാഫ്റ്റിലുള്ള എല്ലാ ക്രോപ്സിൻ്റെയും അല്ല. വില്ലേജിൽ പോയാൽ കുറച്ച് ക്രോപ്സ് കിട്ടില്ലേ, അതൊക്കെ എടുത്തിട്ട് നമുക്ക് വന്നാലോ? അവിടെ ക്യാരറ്റൊക്കെ കിട്ടും. ക്യാരറ്റൊക്കെ കിട്ടിയല്ലേ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാൻ സുഖം അല്ലേ? ഞാൻ പിന്നെ ക്യാരറ്റ് എടുത്തുകൊണ്ടോ നോക്കാല്ലേ? വില്ലേജിൽ നിന്ന് ക്യാരറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു ദിവസം ഒരു എപ്പിസോഡ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏരിയ മൊത്തം നമുക്ക് ഉണ്ടായി. ഇവിടെ മൊത്തം കാണുന്ന എല്ലാ ഡെർട്ടും, ഇവിടുത്തെ ഈ താരത്തെ ലാൻഡിലത്തെ എല്ലാ ഡെർട്ടും മൊത്തം ഫാം ലാൻഡ് ആയിരിക്കണം. അതാണ്, ഒരെണ്ണം ഡെർട്ടായിരിക്കാൻ പാടില്ല, 2 എണ്ണം. സീനില്ല, കുറച്ചൊക്കെ അങ്ങനെ കിടക്കട്ടെ. ഫോൺ അത്രയ്ക്ക് മതി. ഇവിടെ കായ് കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈസി അടിക്കാൻ പാടില്ല. ഓക്കെ, നിറയെ സ്ഥലത്ത് എന്തായാലും അതങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മതിയെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ഫാം സെറ്റായിട്ടുണ്ട്. ഇത് കേരളത്തിൽ എത്തി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ മതി. നമ്മുടെ 2 ഹോൾ ശ്രദ്ധിക്കണേ. സോ നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിയായില്ല, കുറച്ച് ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ശരിയില്ല, ഇനിയും തളരില്ല. നമ്മൾ വില്ലേജിൽ പോയിട്ട് വീണ്ടും ക്രോപ്സ് എടുത്തിട്ട് വരും. ഇനി നിറയെ ട്രിപ്പ് അടിച്ചൊന്ന് വീട്ടിൽ പോകണം. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ പോയിട്ട് തിരിച്ച് വീണ്ടും വരേണ്ടി വരും. ഈ വില്ലേജിലേക്ക് പോകാനും നിറയെ ട്രിപ്പ് അടിക്കണം. അതന്നെ, വില്ലേജിലേക്ക് പോകാനും ഇനി ട്രിപ്പ് അടിക്കണം. യെസ്, അപ്പോൾ വില്ലേജ് ഈ വഴിയല്ലേ? വില്ലേജ് ഈ വഴി പോയാലെത്തും. അപ്പോൾ നമുക്ക് ക്രോപ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആക്കാമെന്നാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇന്നലെ ഇട്ടത് ജയിലി ചാട്ടം, അത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. സോ ചുമ്മാ ഒന്നും ഇട്ടില്ല ഇട്ടത്, ഞാൻ തന്നെ ഇട്ടത്. നമുക്കിവിടെയുള്ള എല്ലാ ഐറ്റംസ് എടുത്തിട്ട് എല്ലാ ക്രോപ്സും എടുത്തിട്ട് ഇത് നമുക്ക് വേണം. ലൈസ ഞാൻ കഴിഞ്ഞ് കളിക്കുന്നില്ല, വീട്ടിൽ വന്നിട്ട് എല്ലാ കൊണ്ടും എടുത്തുകൊണ്ട് പോയിരുന്നു. അതുകൊണ്ട് നീ ഒന്നും വിചാരിച്ചില്ലേ, ഞാൻ നിൻ്റെ ഒന്ന് അടിച്ചു മാറ്റാൻ വന്നതാണ്. അവിടെ ഒന്നും വന്നില്ല. കുറച്ചും കൂടി താടേ ഞാൻ എടുക്കണുണ്ടോ കുറച്ചും കൂടി. നീ ഒന്നും വിചാരിക്കില്ലേ? ഒന്നുമല്ല, നമുക്കവിടെ ഫാം ചെയ്യാനൊന്നും ഇല്ലേ, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. വെറുതെ ഒന്നും എടുക്കുന്നില്ലേ. ഗ്യാസും കിട്ടി. ഇപ്പോൾ ഗെയിമിലുള്ള അധികം ക്രോപ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗെയിമിലുള്ള മിക്ക ക്രോപ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഗ്യാസ് കിട്ടി. ബീട്രൂട്ടും കിട്ടിയാൽ പിന്നെ ഗെയിമിലുള്ള എല്ലാ ക്രോപ്സും ബീട്രൂട്ടും കൂടി കിട്ടുകയാണെങ്കിൽ പൊളിച്ചാനെ. ഇവിടെ ഇവൻ നട്ട് വെച്ചാൽ കൊണ്ടും ഞാൻ വീണ്ടും എടുത്തിട്ട് പോകാം. എന്ത് കിഴങ്ങ്
കിഴങ്ങനെ എനിക്ക് കിഴങ്ങ് തന്നു. അത് പൊളി ടൈമിങ്ങായി. കിഴങ്ങ് തന്നു. ആ ബീട്രൂട്ട് ഇല്ലേ ഇവിടെ ഒന്നുമില്ലേ? അല്ല മൈൻഷാഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിട്ടിയാണേ അല്ലേ. സീനൊന്നുമില്ല. പിന്നെ കുറച്ച് ചെറിയൊരു വേനയുണ്ട്, അതുകൊണ്ടാണ് അതും ഇതും ഇങ്ങനെ വായിച്ചൊക്കെ പറയുന്നത്. സോ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ബിക്കോസ് എൻ്റെ ചുണ്ട് ഹെർട്സ്. എൻ്റെ വായി ചുണ്ട് നല്ല വേനയുണ്ട്. പിന്നെ ബി കോംപ്ലക്സാ അങ്ങനെ എന്തൊക്കെ മരുന്ന് നിന്നിട്ട് വീണ്ടും ശരിയായില്ല. നമ്മുടെ വലിയൊരു ഫാമിംഗ് ലാൻഡ് എത്തി. എന്ത് ചെയ്യുന്ന എനിക്കേ അറിയില്ല. നമ്മുടെ ഫാമിംഗ് ഐലൻഡ് കേട്ടോ. ഇത് ഫാമിംഗ് ഐലൻഡ്. ഓക്കെ, നമ്മുടെ ഫാമിംഗ് ഐലൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരൊറ്റ ആട്ടം ചാടിയുള്ളൂ. അത് മൈൻഡ് ചെയ്യണ്ട, പോയാൽ പോട്ടെ. നമുക്കിവിടെ മൊത്തം നമുക്ക് ക്രോപ്സ് ഫാർം ചെയ്യാം. പൊളിച്ചടുക്കുന്ന മണ്ണ്. ഇവിടുത്തെ ക്യാരറ്റ് ഇവിടെ നടും. നമുക്ക് കിട്ടിയ എല്ലാം നമ്മളിവിടെ നടും. അവന്മാർ നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് തന്നതല്ലേ. ഫ്രീ ആയി തന്ന് നമ്മളൊന്നും എടുക്കുമല്ലോ. പിന്നെ ഫ്രീ ആയി തന്ന് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.